PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കാത്തിരുന്ന CSEB നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കുറച്ചധികം ഒഴിവുകളുണ്ട്. സെക്രട്ടറി പോസ്റ്റിൽ 3 ഒഴിവുകളും അസിസ്റ്റൻറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടൻറ്റ് 15 ഒഴിവുകളും ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷ്യർ തസ്തികയിലേക്ക് 264 ഒഴിവുകളുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജൂനിയർ ക്ലർക്ക് OMR എക്സാമാണ്. ബാക്കി രണ്ടും ഓൺലൈനായിട്ടാണ് നടത്തുന്നത്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 2025 ജനുവരി 10 അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. തപാൽ മുഖേന അയക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. 2025 ജനുവരി 10 ഉള്ളിലാണ് എല്ലാവരും അപേക്ഷ സമർപ്പിക്കേണ്ടത്. CSEB ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷ്യർ അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാമുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, കോപ്പറേറ്റീവ് ജേണൽ വാസ് പബ്ലിഷ്ഡ് ഫ്രം ഉത്തരം 1952. സഹകരണ ജേണൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ജേണൽ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത് 1952 കോപ്പറേറ്റീവ് ജേണൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ മന്ത്ലി പബ്ലിക്കേഷനാണ്. ഇത് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത് 1952 മുതലാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, സംസ്ഥാന സഹകരണ യൂണിയൻ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. 1970 SCU എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1970 നവംബർ 21 ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് തിരുവനന്തപുരത്താണ്. ഹയസ്റ്റ് നോൺ ഒഫീഷ്യൽ ബോഡി ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. അടുത്ത ചോദ്യം, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഉത്തരം ACSTI. ACSTIയുടെ ഫുൾ ഫോം അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. 1992 എസ്റ്റാബ്ലിഷ് ചെയ്തത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. ആസ്ഥാനം തിരുവനന്തപുരത്തെ മൺവിള. ACSTI ഇപ്പോൾ ഒരു സ്വയംഭരണ സ്ഥാപനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഓട്ടോണമസ് സ്റ്റാറ്റസ് ആണ് ഇതിനുള്ളത്. രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് 1955 അനുസരിച്ചാണ്. ACSTI രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് 1955 അനുസരിച്ചാണ്. ജനറൽ കൗൺസിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ട്രെയിനിങ് അഡ്വൈസറി കമ്മിറ്റിയുമാണ് ഇതിൻ്റെ ഗവേണൻസ് സ്ട്രക്ചറിൽ വരുന്നത്. ജനറൽ കൗൺസിലിൻ്റെ ഹെഡാണ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഹെഡ് സഹകരണ വകുപ്പ് സെക്രട്ടറിയാണ്. അതായത് സെക്രട്ടറി ഓഫ് കോർപ്പറേഷൻ സഹകരണ വകുപ്പ് സെക്രട്ടറിയാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഹെഡ്, ജനറൽ കൗൺസിലിൻ്റെ ഹെഡ് സഹകരണ മന്ത്രിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ACSTIനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ACSTI എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 1992 എസ്റ്റാബ്ലിഷ് ചെയ്തു. ആസ്ഥാനം തിരുവനന്തപുരത്തെ മൺവിള. അടുത്ത ചോദ്യം, വൈസ് ചെയർമാൻ ഓഫ് കെയ്പ്പ്. ഉത്തരം മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ. കെയ്പ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോപ്പറേറ്റീവ് അക്കാദമി ഫോർ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ 1999 കെയ്പ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതും ഒരു ഓട്ടോണമസ് സൊസൈറ്റി തന്നെയാണ്. കെയ്പ്പും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് 1955 അനുസരിച്ചാണ്. കെയ്പ്പിൻ്റെ വൈസ് ചെയർമാൻ സഹകരണ മന്ത്രിയാണ്. ചെയർമാൻ ആരാണ്? ചീഫ് മിനിസ്റ്ററാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. കെയ്പ്പിൻ്റെ ചെയർമാൻ ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാൻ സഹകരണ മന്ത്രിയാണ്. അടുത്ത ചോദ്യം, ഗ്രേഡിംഗ് ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡാഷ് സൊസൈറ്റീസ്. ഗ്രേഡിംഗ് ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡാഷ് സൊസൈറ്റീസ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഗ്രേഡിംഗ് ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെ ഫംഗ്ഷനാണ്. മാർക്കറ്റിംഗ് സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം, പ്ലെഡ്ജ് ലോൺ, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, കമ്മീഷൻ ഏജൻസി സിസ്റ്റം, ട്രേഡ് ക്രെഡിറ്റ്, റെഗുലേറ്റഡ് മാർക്കറ്റ്, ഗ്രേഡിംഗ് ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ. ഇതെല്ലാം
മാർക്കറ്റിംഗ് സൊസൈറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ടേമുകളാണ്. ട്രേഡ് ക്രെഡിറ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റീസും ട്രേഡ് ഡെപ്പോസിറ്റ് കൺസ്യൂമർ സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ ആക്റ്റീവ് പ്രൈസ് പോളിസി കൺസ്യൂമർ സൊസൈറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ്. ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഇതൊക്കെ മാർക്കറ്റിംഗ് സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, എ കമ്മിറ്റി റിമൂവ്ഡ് ഫ്രം ഓഫീസ് ബൈ ദ RCS ഈസ് നോൺ ആസ്. എ കമ്മിറ്റി റിമൂവ്ഡ് ഫ്രം ഓഫീസ് ബൈ ദ RCS ഈസ് നോൺ ആസ്. ഉത്തരം സൂപ്പർ സെഷൻ. സൂപ്പർ സെഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മിറ്റിയെ പിരിച്ചുവിടൽ. അതായത് രജിസ്ട്രാർ ഒരു കമ്മിറ്റി പിരിച്ചുവിടുന്നതിനെ എന്താണ് പറയുന്നത്? സൂപ്പർ സെഷൻ എന്നാണ് പറയുന്നത്. KCS ആക്ടിൻ്റെ സെക്ഷൻ 32 സൂപ്പർ സെഷനെ കുറിച്ച് പറയുന്നത്. സ്മോളർ ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഔട്ട് ഓഫ് ജനറൽ ബോഡി ഈസ്. സ്മോളർ ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഔട്ട് ഓഫ് ജനറൽ ബോഡി ഈസ്. ഉത്തരം റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സ്മോളർ ജനറൽ ബോഡിയാണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി എന്ന് പറയുന്നത്. സെക്ഷൻ 27 ജനറൽ ബോഡീനെ കുറിച്ച് പറയുന്നത്. എന്നാൽ സെക്ഷൻ 27(2) റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡീനെ കുറിച്ച് പറയുന്നത്. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡീനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 27(2) റൂൾ 34. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിൽ വരുന്ന മിനിമം അംഗങ്ങൾ 50 മാക്സിമം 500 റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു താലൂക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടായിരിക്കണം. സൊസൈറ്റിയിൽ 1000-ൽ കുറയാത്ത മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ ഇലക്ഷൻ നടത്തുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. അടുത്ത ചോദ്യം, ദർ ക്യാൻ ബി നോ സക്സസ്ഫുൾ കോപ്പറേഷൻ വിത്തൗട്ട് കോമൺ നീഡ്. ഹൂ സെഡ് ദിസ്? ദർ ക്യാൻ ബി നോ സക്സസ്ഫുൾ കോപ്പറേഷൻ വിത്തൗട്ട് കോമൺ നീഡ്. ഹൂ സെഡ് ദിസ്? ഉത്തരം H. കാൾവേർട്ട്. H. കാൾവേർട്ടിൻ്റെ വാക്കുകളാണ് ദർ ക്യാൻ ബി നോ സക്സസ്ഫുൾ കോപ്പറേഷൻ വിത്തൗട്ട് കോമൺ നീഡ് എന്നത്. H. കാൾവേർട്ട് ആരാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ എന്ന കമ്മിറ്റിയുടെ ഹെഡായിരുന്നു H. കാൾവേർട്ട്. ഇഫ് കോപ്പറേഷൻ ഫെയിൽസ് ദർ വിൽ ഫെയിൽ ദ ബെസ്റ്റ് ഹോപ്പ് ഓഫ് റൂറൽ ഇന്ത്യ. ഇങ്ങനൊരു പ്രസ്താവന കൂടി പഠിച്ചിരിക്കണം. ഇത് റോയൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻ്റാണ്. ഇഫ് കോപ്പറേഷൻ ഫെയിൽസ് ദർ വിൽ ഫെയിൽ ദ ബെസ്റ്റ് ഹോപ്പ് ഓഫ് റൂറൽ ഇന്ത്യ എന്നത് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. ഈ ഒരു കമ്മിറ്റിയുടെ ഹെഡായിരുന്നു H. കാൾവേർട്ട്. H. കാൾവേർട്ടിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ബുക്കുണ്ട്. അത് ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ എന്നതാണ്. ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ വാസ് എ ബുക്ക് റിട്ടൺ ബൈ H. കാൾവേർട്ട്. H. കാൾവേർട്ട് വാസ് ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓഫ് പഞ്ചാബ്. പഞ്ചാബിലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ രജിസ്ട്രാർ ആയിരുന്നു H. കാൾവേർട്ട്. അദ്ദേഹം എഴുതിയ ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ് ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ. അടുത്ത ചോദ്യം, only men with knowledge was the basic thing for the success of cooperatives made by. Only men with knowledge was the basic things for the success of cooperatives made by. ഉത്തരം വില്യം കിങ്. വില്യം കിങ്ങിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് only men with knowledge was the basic thing for the success of cooperatives എന്നത്. വില്യം കിങ് ആരാണ്? റോബർട്ട് ഓവനും വില്യം കിങ്ങും ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് പയനീഴ്സ് ആയിരുന്നു. വില്യം കിങ് ആണ് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഹി വാസ് ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. വില്യം കിങ് ആണ് കോപ്പറേറ്റർ എന്ന മാഗസിൻ എന്ന ജേണൽ പബ്ലിഷ് ചെയ്തത്. കോപ്പറേറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? ആദ്യത്തെ സഹകരണ ജേണലാണ് കോപ്പറേറ്റർ. 1828 കോപ്പറേറ്റർ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത്. കോപ്പറേറ്റർ പബ്ലിഷ് ചെയ്ത ആളാരാണ്? ഡോക്ടർ വില്യം കിങ്. ഇദ്ദേഹം ഒരു ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് ആയിരുന്നു. അടുത്ത ചോദ്യം, ദ ഓഥർ ഓഫ് അൺഫിനിഷ്ഡ് ഡ്രീം. ദ ഓഥർ ഓഫ് അൺഫിനിഷ്ഡ് ഡ്രീം. ഉത്തരം വർഗീസ് കുര്യൻ. I too had a dream and അൺഫിനിഷ്ഡ് ഡ്രീം. ഇത് രണ്ടും വർഗീസ് കുര്യൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കുകളാണ്. വർഗീസ് കുര്യൻ ആരാണ്? ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ്. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ്. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമിൻ്റെ ഫൗണ്ടറാണ് വർഗീസ് കുര്യൻ. IRMA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ചെയർമാനായിരുന്നു വർഗീസ് കുര്യൻ. അതുപോലെ NDDBയുടെ ഫസ്റ്റ് ചെയർമാനും വർഗീസ് കുര്യനായിരുന്നു. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ, ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ്. അദ്ദേഹത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ബുക്കുകളാണ് I too had a dream and an unfinished dream.
അടുത്ത ചോദ്യം, കസ്റ്റോഡിയൻ ഓഫ് റെക്കോർഡ്സ് ഓഫ് കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ. കസ്റ്റോഡിയൻ ഓഫ് റെക്കോർഡ്സ് ഓഫ് കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ. ഉത്തരം സെക്രട്ടറി. കോപ്പറേറ്റീവ് ട്രിബ്യൂണലിൻ്റെ റെക്കോർഡ്സിൻ്റെ കസ്റ്റോഡിയൻ ആരാണ്? സെക്രട്ടറിയാണ്. ദ റെഡി ലിസ്റ്റ് പ്രിപ്പയർഡ് ബൈ സെക്രട്ടറി. റെഡി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് സെക്രട്ടറിയാണ്. കോപ്പറേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? KCS ആക്ടിൻ്റെ സെക്ഷൻ 81 ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്നത്. അടുത്തത്, കോപ്പറേറ്റീവ് പെർസ്പെക്റ്റീവ് ഈസ് എ പബ്ലിക്കേഷൻ ഓഫ്. കോപ്പറേറ്റീവ് പെർസ്പെക്റ്റീവ് ഈസ് എ പബ്ലിക്കേഷൻ ഓഫ്. ഉത്തരം വാംനികോം. വാംനികോം എന്ന് പറഞ്ഞാൽ വൈകുന്ത് മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. വാംനികോം എസ്റ്റാബ്ലിഷ് ചെയ്തത് 1967 1967 ഏപ്രിലാണ് വാംനികോം എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. വാംനികോമിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വാംനികോമിൻ്റെ പബ്ലിക്കേഷനാണ് കോപ്പറേറ്റീവ് പെർസ്പെക്റ്റീവ്. ഇൻ്റലക്ച്വൽ നെർവ് സെൻറ്റർ എന്നറിയപ്പെടുന്നത് വാംനികോം ആണ്. വാംനികോം ഈസ് നോൺ ആസ് ഇൻ്റലക്ച്വൽ നെർവ് സെൻറ്റർ. അടുത്ത ചോദ്യം, ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള സ്റ്റാർട്ടഡ് ICDP വാസ്. ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള സ്റ്റാർട്ടഡ് ICDP വാസ്. ഉത്തരം വയനാട്. ICDP ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് NCDC ആണിത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. കേരളത്തിൽ അപ്ലൈ ചെയ്തത് ഏത് ജില്ലയിലാണ്? ആദ്യം വയനാട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എവിടെയാണിത് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ വെസ്റ്റ് ബംഗാളിലെ നാദിയ ഡിസ്ട്രിക്റ്റിലാണ്. കേരളത്തിൽ ആദ്യം വയനാട്ടിലാണ്. The liquidator is appointed by. The liquidator is appointed by. ഉത്തരം RCS. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതായത് RCS ആണ് ലിക്വിഡേറ്ററെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. ലിക്വിഡേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടത് 2 വർഷത്തിനുള്ളിലാണ്. പഴയ നിയമം അനുസരിച്ച് 3 വർഷത്തിനുള്ളിലായിരുന്നു. എന്നാൽ KCS അമെൻമെൻറ്റ് ആക്ട് 2023 അനുസരിച്ച് ലിക്വിഡേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടത് 2 വർഷത്തിനുള്ളിലാണ്. അടുത്ത ചോദ്യം, ദ പ്രിൻസിപ്പാൾ ഓഫ് എ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റർ ഈസ് എ. ദ പ്രിൻസിപ്പാൾ ഓഫ് എ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റർ ഈസ് എ. ഉത്തരം ഡെപ്യൂട്ടി രജിസ്ട്രാർ. കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്ററിൻ്റെ പ്രിൻസിപ്പാൾ ആരാണ്? ഡെപ്യൂട്ടി രജിസ്ട്രാറാണ്. ഡെപ്യൂട്ടി രജിസ്ട്രാർ എന്ന് പറയുമ്പം ആദ്യം രജിസ്ട്രാർ വരും, പിന്നെ അഡീഷണൽ രജിസ്ട്രാറാണ്, പിന്നെ ജോയിൻ്റ് രജിസ്ട്രാർ, അതിന് താഴെ ഡെപ്യൂട്ടി രജിസ്ട്രാർ, അതിനും താഴെയാണ് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ വരുന്നത്. അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ താലൂക്ക് ലെവലിലുള്ള കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ്. ജോയിൻ്റ് രജിസ്ട്രാർ ജില്ലാതലത്തിലുള്ള കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ്. അഡീഷണൽ രജിസ്ട്രാറും സംസ്ഥാന തലത്തിലുള്ള കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടാണ് വരുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സിൻ്റെ പ്രിൻസിപ്പാൾ ആരാണ്? ഡെപ്യൂട്ടി രജിസ്ട്രാറാണ്. കോപ്പറേറ്റീവ് ട്രിബ്യൂണലിൻ്റെ സെക്രട്ടറിയും ഡെപ്യൂട്ടി രജിസ്ട്രാറാണ്. കോപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡിൻ്റെ അതായത് CSEBയുടെ സെക്രട്ടറി ഡെപ്യൂട്ടി രജിസ്ട്രാറാണ്. അടുത്ത ചോദ്യം, ഗോർഹൻ കമ്മിറ്റി റിപ്പോർട്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഗോർഹൻ കമ്മിറ്റി റിപ്പോർട്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഉത്തരം NCUI, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. NCUIയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ഗോർഹൻ കമ്മിറ്റി റിപ്പോർട്ട്. NCUI നിലവിൽ വന്നത് 1929 ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. ഇന്ത്യയിലെ എല്ലാ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് കൺട്രോൾ ചെയ്യുന്നത് NCUI ആണ്. NCUI എന്ന് പറയുന്നത് ദ നാഷണൽ ലെവൽ സ്പോക്സ്മാൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആണ്. ദ നാഷണൽ ലെവൽ സ്പോക്സ്മാൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ NCUI. NCUIയുടെ പഴയ പേരാണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് യൂണിയൻ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് യൂണിയൻ. ഇന്ത്യൻ കോപ്പറേറ്റീവ് യൂണിയനും ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് യൂണിയനും നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ പഴയ പേരുകളാണ്. അപ്പോൾ ഗോർഹൻ കമ്മിറ്റി റിപ്പോർട്ട് NCUIയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത് NCUIയുടെ അണ്ടറിലാണ്. കോപ്പറേറ്റീവ് വീക്ക് ഇൻ ഇന്ത്യ ഈ സെലിബ്രേറ്റഡ് അണ്ടർ ദ ഓസ്പീഷ്യസ് ഓഫ് NCUI. NCUIയുടെ മന്ത്ലി പബ്ലിക്കേഷനാണ് ദ കോപ്പറേറ്റർ. കോപ്പറേറ്റർ വില്യം കിങ് പബ്ലിഷ് ചെയ്ത ആദ്യത്തെ കോപ്പറേറ്റീവ് ജേണലാണ്. ദ കോപ്പറേറ്റർ എന്ന് പറയുന്നത് NCUIയുടെ മന്ത്ലി പബ്ലിക്കേഷനാണ്. NCUIയുടെ ക്വാർട്ടർലി പബ്ലിക്കേഷൻ ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ.
NCUIയുടെ മന്ത്ലി പബ്ലിക്കേഷനാണ് ദ കോപ്പറേറ്റർ. ക്വാർട്ടർലി പബ്ലിക്കേഷനാണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ. കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകൾക്ക് തീർച്ചയായും പഠിച്ചിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്